നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പക്ഷെ എന്റെ സത്യസന്ധത, എന്റെ മനസ്സിന്റെ നേര്, അത് നിന്നേക്കാൾ കൂടുതൽ ഇവൾക്കറിയാം. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനും എനിക്കറിയാം. നീ ഉൾപ്പെടെയുള്ള എന്റെ മക്കളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ദേ, മോള് ധൈര്യമായിട്ട് വീട്ടിലേക്ക് ചെല്ല്. എന്താ വേണ്ടെന്ന് അമ്മ ആലോചിച്ച് തീരുമാനിക്കാം. നീ വിഷമിക്കണ്ട. ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചേ ഉള്ളൂ. അതുകൊണ്ട് അമ്മയുടെ സ്നേഹമൊന്നും ഇല്ലാതാവില്ല. അമ്മ എപ്പോഴും കൂടെ തന്നെയുണ്ട്. മോള് ധൈര്യമായിട്ടിരിക്കെ. ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. വിഷമിച്ചിട്ട് കാര്യമുണ്ടോ മോളെ? നന്ദൻ ഇങ്ങനെ മാറുമെന്ന് നമ്മൾ കരുതിയില്ലല്ലോ. അതെ അച്ഛാ, നന്ദന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അമിതമായ മദ്യപാനവും ശരണ്യയോട് ദേഷ്യപ്പെടുകയും എല്ലാം ഉണ്ട്. പാവം എന്റെ മോള് എല്ലാം സഹിക്കുക. ആ വീട്ടിലെ മുത്തശ്ശി ഒഴികെ ബാക്കി എല്ലാവരും ശരണ്യക്കെതിരെ തിരിഞ്ഞപ്പോഴും നന്ദൻ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമായിരുന്നു എനിക്ക്. ഇപ്പോ അതും ഇല്ലാതായിരിക്കുന്നു അച്ഛാ. നന്ദനും ഇപ്പൊ ശരണ്യക്ക് നേരെ തിരിഞ്ഞു. ഇതിനെല്ലാം കാരണം ഞാനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ. അതിന് മോൾ എന്ത് ചെയ്തു? രണ്ടാമതൊരു കല്യാണം കഴിച്ചതോ? അതത്ര വലിയ അപരാധമാണോ? തെറ്റും ശരിയൊക്കെ ആര് നോക്കുന്നച്ചാ?